നമ്മൾ മനുഷ്യർ ഇന്ന് സർവ മേഖലകളിലും ഈ ഭൂമിയിലെ ആധിപത്യം കൈയാളിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ജീവി എന്ന രീതിയിൽ 400 കോടി വർഷത്തെ പരിണാമം കൊണ്ടാണ് നാം ഈ വളർച്ചയിലെത്തിയിട്ടുള്ളത്. 400 കോടി വർഷത്തെ പരിണാമവും നാച്ചുറൽ സെലക്ഷൻ എന്ന് ശാസ്ത്രം വിളിക്കുന്ന ആ പുരോഗതിയിലൂടെ നാം ഇന്ന് ഈ പ്രപഞ്ചത്തെ എല്ലാ ജീവജാലങ്ങളെയും നിയന്ത്രിക്കുന്ന ജീവിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് നമ്മൾ ഹോമോസാപ്പിയൻസ് ബഹിരാകാശത്ത് യാത്ര ചെയ്യുകയും അവിടെ ഗവേഷണങ്ങൾ നടത്തുകയും ചന്ദ്രനിൽ പോയി വരികയും ചൊവ്വയിലേക്കുള്ള യാത്രയെപ്പറ്റി ഗവേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇതെല്ലാം സാധ്യമായത് 400 കോടി വർഷത്തെ പരിണാമവും വഴിയാണ്. എന്നാൽ ഇന്ന് വളരെ ശൈശവ ദിശയിലുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ നിർമ്മിത ബുദ്ധി നമ്മളാൽ ഹോമോസാപ്പിയൻസിനാൽ വികസിപ്പിച്ചെടുത്ത നിർമ്മിത ബുദ്ധി പല മേഖലകളിലും നമ്മളെക്കാൾ എത്രയോ മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഒരു ഉദാഹരണത്തിന്, ഒരു അധ്യാപകൻ അല്ലെങ്കിൽ ഒരു സാഹിത്യകാരൻ അദ്ദേഹത്തിൻ്റെ വിനോദം അല്ലെങ്കിൽ ഹോബി വായനയാണെന്നിരിക്കട്ടെ, അദ്ദേഹത്തിൻ്റെ ജീവിതകാലം മുഴുവൻ പുസ്തകങ്ങൾ വായിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് വായിക്കുവാൻ സാധിക്കുന്നത് 8 ബില്യൺ വാക്കുകളാണ്. എന്നാൽ ഇന്ന് ഒരു നിർമ്മിത ബുദ്ധിക്ക്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് വേണ്ട പരിശീലനങ്ങൾ നൽകിയാൽ വായിക്കുവാൻ സാധിക്കുന്നത് ഒരു മാസത്തിൽ 8 ട്രില്യൺ വാക്കുകളാണ്. ജീവിതകാലം മുഴുവൻ വായിക്കുന്ന 8 ബില്യൺ വാക്കുകളിൽ വളരെയധികം വാക്കുകൾ മനുഷ്യൻ മറന്നുപോയേക്കും, അല്ലെങ്കിൽ ഓർമ്മയിലുണ്ടാകില്ല. എന്നാൽ ഒരു മാസത്തിൽ 8 ട്രില്യൺ വായിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന്, നിർമ്മിത ബുദ്ധിക്ക് അവ മുഴുവൻ ഓർത്തിരിക്കാൻ സാധിക്കും. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒരിക്കലും ഒരു ഉപകരണമല്ല, അതൊരു ഏജൻ്റാണ്, അതൊരു ഏലിയൻ ഇൻ്റലിജൻസ് ആണ്. വേണമെങ്കിൽ അതിനെ ഒരു പുതിയ സ്പീഷീസായിട്ട് നമുക്കെടുക്കാം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ ഒരിക്കലും ഒരു ഉപകരണമായി നാം കാണരുത്, അത് ഒരു ഏജൻ്റാണ്.